ഹലോ മൈ ഗൈസ്, നമ്മൾ ഈ കാറിൻ്റെ ഡിക്കൊക്കെ പൊക്കിക്കാണ്ട് എന്താ നിൽക്കണമെന്ന് അറിയാം. നമ്മൾ കുറേ കാലമായി എവിടെയെങ്കിലും ഒരു സ്റ്റേക്കേഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണു. സ്റ്റേക്കേഷൻ ഒന്ന് സ്റ്റാൻഡേർഡ് ആയതാണെങ്കിലും നമ്മൾ കുറേ കാലമായി എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് നിന്നിട്ട് ഒരു കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിൽ പോകണം. ഫുള്ള് റീൽസിനുള്ള ട്രൈപ്പോഡും പരിപാടിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. നമ്മളെ മിന്നു ദാമോദരൻ ഉണ്ട് കൂടെ. ഇതാ കണ്ണിമാങ്ങച്ചാറും പിടിച്ചാണ്ട് കാണിച്ചു കൊടുക്ക്. അല്ല ഐജ തിരിച്ചോ? അത് തിരിച്ചോ? ഇല്ല. ഓക്കെ, നമ്മളെ മിന്നു ദാമോദരൻ ഉണ്ട് കണ്ണിമാങ്ങൊക്കെ പിടിച്ചാണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിയ, ആരെ ഉണ്ടാക്കിയ കണ്ണിമാങ്ങയാണ്? ദേവിക പറഞ്ഞാൽ നമ്മളെ പുതിയ ഫ്രണ്ടാണ്. ഇവിടെ മിന്നുവിൻ്റെ ദുബായ് ഫ്രണ്ടാണ്. ദുബായ് ഫ്രണ്ടാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒന്ന് വരുന്നുണ്ട്. നമ്മുടെ കൂടെ വരുന്നുണ്ട്. സിനാൻ അങ്ങോട്ട് വരും, നമ്മളെ പ്രോപ്പർട്ടിക്ക് വരും. നമ്മളെ കൊച്ചിയിലല്ല, കൊച്ചിയിൽ എവിടെയാണ് പ്രോപ്പർട്ടി, നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ പോയിട്ട് കാണാം. പറവൂർ റോഡ്, ചെറായി പറവൂർ, അവിടെ എവിടെയാണ് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഓൻ അങ്ങോട്ട് വരും. കാരണം എന്താ വെച്ചാൽ ഓന് ഊബർ ഓടാൻ പോയിക്കാണ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നേരെ ഓൻ വരും. നമ്മളിനി പോകുമ്പോൾ ദേവികാനെ എടുക്കണം. അപ്പോൾ മിന്നു എക്സൈറ്റഡ് ആണോ? വെരി മച്ച് എക്സൈറ്റഡ്. ഓക്കെ ഗൈസ്, ഇനി ഇവള് കുറച്ച് പുറമാണിച്ചാവും. ഇപ്പോൾ ഇങ്ങക്ക് ഈ വ്ളോഗിൽ ഇപ്പോൾ ഞാൻ തന്നെ ഒന്ന് പുറമാണിയായിട്ട് ഇങ്ങനെ വർത്താനം പറയണില്ലേ? കാരണം എന്താണെന്ന് അറിയോ, നമ്മളെ കൂടെ വരാൻ പോണ പെണ്ണ് കുറച്ച് പുറമാണിച്ചാണ്. മീൻസ് അങ്ങനെയല്ല, കുറച്ച് ഇംഗ്ലീഷോട് സംസാരിക്കുള്ളൂ. പുറമാണിച്ചാൽ അവൾക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂ. ഇംഗ്ലീഷ് അങ്ങനല്ല, മലയാളം അറിയോ? മലയാളം അവൾക്ക് അറിയില്ല. അവള് യൂസ്ഡ് ഇംഗ്ലീഷാ. മലയാളം ഇംഗ്ലീഷ് അറിയാലോ. അല്ല, നമുക്ക് ഇംഗ്ലീഷ് അറിയാം. എന്നാലും നമ്മൾ കൂടുതൽ മലയാളത്തിൽ സംസാരിക്കും. നമുക്ക് മലയാളം അത് വരുള്ളൂ. അവൾക്ക് ഇംഗ്ലീഷ് ഉള്ളൂ. അവള് ദുബായിലായിരുന്നു ഇത്ര നാള്. ദുബായിൽ ഇന്റെ വാപ്പി സൗദിയിലേക്ക്. ദേവിക്ക് ഇത്ര ഒരു ഇൻട്രൊഡക്ഷൻ. എന്തായാലും നിങ്ങൾക്ക് ദേവികാനെ നമ്മൾ കാണിച്ചു തരാം. അവിടെ ഫ്ലാറ്റിൽ 8 മണിക്ക് മാറ്റി കുത്തിരിക്കൽ തുടങ്ങിയാണ്. ഞങ്ങൾ അലാറൊക്കെ വെച്ച് നീപ്പിച്ചിട്ട് 8 മണിക്ക് മാറ്റി കുത്തിരിക്കൽ തുടങ്ങിയാണ്. ഞങ്ങൾ മൂന്നാർ പോകാമെന്ന് പ്ലാൻ ഇട്ടത്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ നീച്ചപ്പോത്തിന് ഒരു 12 മണിയായി. പിന്നെ അവിടെ എത്തിയിട്ട് റീൽസ് എടുക്കലും പരിപാടിയൊന്നും നടക്കൂല. അപ്പോൾ അതുകൊണ്ട് മിന്നുവിന് നോമ്പില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ എന്നാലേ പോവാണ്, പോയിട്ട് കാണാം, ബാക്കി കാണാം. ഹായ് ദേവു, വാട്സ്ആപ്പ്. It's so fucking hot. എന്തൊക്കെയോ തൊള്ളേന്ന് എന്തൊക്കെയോ തുപ്പുണ്ട്. എവിടേക്കാണിത്? എവിടേക്കാണ്? മൂന്നാറല്ല, കൊച്ചി. What do you mean? Yeah, that mean അയല ചാള മത്തി. ഓക്കെ ഗൈസ്, വണ്ടി അല്ല റോട്ടിന്റെ നടുവിലിട്ടേക്കണ ഈ ഞങ്ങൾ പോട്ടോ. സോറി. Traffic. 4 തന്തക്കൂലി. You getting ദേവു. Yeah, getting. നിക്ക് കറക്റ്റ് എന്നാ getting. What's up? Facebook. It's too hot. I'm sweaty. It's feeling. Yeah. Is that what time you were supposed to come? I'm not supposed to do this. Yeah. Hi. I am Oxford English. Yeah. 7 o'clock. Yesterday she said 7 a.m. we'll come. Yeah, we also that planned, but we wake up in 12 o'clock. Yeah, very good. Even I slept at like 5 o'clock. I am in Oxford English. വന്ന് ക്യാമറ എടുത്ത് വാട്സാപ്പ് എന്ന് പറഞ്ഞേക്കെ തൊള്ളേന്ന് എന്തൊക്കെ തുപ്പി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഗൈസ്, ഞങ്ങൾ എന്തായാലേ പോയോക്കട്ടെ. ഹായ് ബാങ്കർ ബോയ്സ്. അപ്പോൾ ഗൈസ്, നമ്മള് ഒരു വില്ലേജിക്കാണ് പോണത്. വില്ലേജ് അല്ല, ഒരു ഐലൻഡിക്കാണ് പോണത്. അതായത് ഏത് ഐലൻഡാണ്? വേദിക് വില്ലേജിക്കാണ് പോണത്. നമ്മൾ പോണ പ്രോപ്പർട്ടിന്റെ പേര് വേദിക് വില്ലേജ്, അങ്ങനെ എന്തോ ആണ്. അപ്പൊ നമ്മള് പോണത് ഒരു ഐലൻഡിക്കാണ്. ചുറ്റുപുറം ഫുള്ള് കായല്, അതിന്റെ നടുവിലൊരു വില്ലേജ്. അപ്പൊ ആ ഒരു വില്ലേജിക്കാണ് പോണത്. ആർ യു എക്സൈറ്റഡ് ഗേൾ? Hell yes. Hell yes. Yeah. Are you excited? Yes, I am. Yeah. No excitement only. This English from Dubai. H&M? No. This is from Meesho. This is from കുറ്റിപ്പുറം. ഇതിന്റെ വീഡിയോ. കുറ്റിപ്പുറം. Okay guys, അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. We are excited to see our property. Yeah, my English also improving. Yeah. This is our Vedic village. Oh, super bro. Yeah. Oh my god. This is me. Yo, this is me. Oh. Guys. Oh. Serious. Yeah, ആസ് പറഞ്ഞില്ലേ I am very excited എന്ന് പറഞ്ഞത്. Yeah. ഇതപ്പോ സെൽഫി എടുക്കണോ? ഇത് I am Oxford English. ഇതൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഈ യൂട്യൂബിൽ 2 തരം ആൾക്കാരുണ്ട്.
ഇങ്ങനത്തെ ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒരു ഇതെന്തും അങ്ങ് കാട്ടണം അങ്ങനത്തെ ഒന്നും വിചാരിക്കല്ലോ. ഇതൊക്കെ എന്താ വെച്ചാല് നമുക്ക് ഇങ്ങനെ കാട്ടുമ്പോ ഒരു സുഖമാണ്. എനിക്കറിയാം, എനിക്ക് 2 ഇതിൽ നിൽക്കാൻ അറിയാം. നാടൻ വൈബിൽ നിൽക്കാൻ അറിയാം, പൊറമാൻച്ചായിട്ട് നിൽക്കാനും അറിയാം. പക്ഷേ ദിസ് ഈസ് പ്രോപ്പർട്ടി. ഓ മൈ ഗോഡ്, ദിസ് ഈസ് അവർ പ്രോപ്പർട്ടി. ഓ ബാങ്കർ. ഓ സെക്യൂരിറ്റി ചേച്ചി ഉണ്ട്. ഓ ബാങ്കർ ചേച്ചി. ഓ ദേവിക, make your excitement. അല്ല excitement. Make my excitement. What should I say? Oh my gosh! ഇതെന്തോ മദ്രസയാണോ? ഇതുമൊക്കെ ആകെ അറബിയൊക്കെ എഴുതി വെച്ചിട്ട്. അല്ല അറബി എന്തൊക്കെ ഉണ്ട്. പ്രോപ്പർട്ടി ഏതാണ്? പാർക്കിംഗ് പുറത്താ. ഓക്കെ. മിന്നു ഒരൊറ്റ ദിവസത്തിന് വന്നിക്കണ നോക്കാം. ഒരൊറ്റ ദിവസത്തിന് എത്ര ബാഗ് ഉണ്ടാവും നോക്കാം. ഒരു ബാഗ്, ഒരു ട്രോളി, എന്തൊക്കെ ഒരു ദിവസത്തിനാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടേക്ക് വന്നതല്ല, പ്ലാന് മാറിയതാണ്. ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് പോണ്ടിച്ചേരിക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ബാഗ് എടുത്തത്. എന്താ ആകെ ശരിയുണ്ടോ? അത് നേരെ വെക്കടി. ഓക്കെ, ജൗമൊന്നും കളിക്കണ്ട, ഇജ്ജ് തിരിച്ചാൽ മതി. ഇവിടുത്തെ ചേച്ചിയാണ്. ചേച്ചി 2 വാക്ക് നമ്മുടെ വ്ളോഗിൽ. ഞാൻ പ്രമുഖ വ്ളോഗറാണ്. എന്തിലും പറയും. ഇവന്റെ ഡ്രൈവിങ് എങ്ങനെയുണ്ട്? ഡ്രൈവിംഗ് ഈസി. ഓനോട് ഇവിടെ പാർക്കിംഗ് കണ്ടോ, ഓൻ അങ്ങോട്ട് പോയിക്കണ്. നേരെ പോയി. നിങ്ങളെവിടെ വീട്? നമസ്തേ. ഞങ്ങളുടെ അടുത്തുള്ളവരാണ്. ആയിക്കോട്ടെ, കാണാം. ശരി. അയ്യോ. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ റിസപ്ഷൻ അവിടെ നമ്മളെ റൂം ഇത് കാണിക്കണോ? ചെക്ക് ചെയ്യണം. ഓക്കെ. ഇതാണ് പ്രോപ്പർട്ടി. ഓ ഒരു തറവാട് മൂടിട്ടാ. ഓ ഏതാ മൂടൊക്കെ ആണ്. റൂമിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ പ്രോപ്പർട്ടി. അല്ല കായൽ. നമുക്ക് റൂമൊന്ന് കാണാം വെറുതെ. ഓ അപ്പോൾ AC ഒക്കെ ഇട്ട് ഫുള്ള് കൂളാക്കിയിട്ടുണ്ട് റൂമൊക്കെ. ഓ ഒരു ചെറിയൊരു ക്യൂട്ട് റൂം, നല്ലൊരു തറവാട് വൈബിൽ ഒരു നല്ലൊരു ആംബിയൻസിലുള്ള ഒരു വൈബ്. അല്ല വീട് അല്ല റൂം. ഓ ഇതൊക്കെയാണ് നിങ്ങൾ. അയ്യോ ഇതൊക്കെ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല നാച്ചുറൽ വൈബിൽ, നല്ല പൊന്ത വൈബിൽ അപ്പിടാം. ഓ സീന്. അടുത്ത റൂം ഇങ്ങനെ തന്നെയാണോ? അങ്ങനത്തെ റൂം ഇങ്ങനെ തന്നെയാണോ? സെയിം ആണല്ലേ? അപ്പോൾ ഗൈസ് എന്തായാലും നമ്മളെ റൂമിലൊന്ന് ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് വരാം. ഓക്കെ. നമ്മളെ റൂമിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് എന്തൊക്കെ കിട്ടുന്നുണ്ട് നോക്കാം. നമുക്ക് ബദാം കിട്ടുന്നുണ്ട്, പിസ്ത കിട്ടുന്നുണ്ട്. ഇത് കോംപ്ലിമെൻ്ററിയാണ്. ഇത് കോംപ്ലിമെൻ്ററിയാണ്. പിന്നെ ഇതാ സ്നിക്കേഴ്സ് ഉണ്ട്, എന്തോ ഒരു വെള്ളമുണ്ട്, പിന്നെ ആപ്പിളിൻ്റെ ഒരു വെള്ളമുണ്ട്. ഇതൊക്കെയാണ് തന്നെ. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമായത് എന്താണെന്ന് അറിയോ? കക്കൂസാണ്. കാരണം നല്ല പൊന്ത വൈബിൽ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് ചില ഫാൻറ്റസികളൊക്കെ ഉണ്ടാവില്ലേ, ചില ആൾക്കാർക്ക് പൊന്തലിരുന്നിട്ട് ഒന്ന് വെളിയിലിരിക്കണം എന്നൊക്കെ തോന്നുമല്ലോ. അതായത് രണ്ടിന് പൊന്തലിരിക്കണം എന്നൊക്കെ തോന്നുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് പുറത്ത് ഓക്കെ, അങ്ങനത്തെ പുറത്തുള്ള ആൾക്കാർ പുറത്തിരിക്കാൻ മടിയുള്ള ആൾക്കാർക്കൊക്കെ ഈ പ്രോപ്പർട്ടിക്ക് വന്നാൽ ഒരു പൊന്ത വൈബിൽ ഇരുന്നിട്ട് ആസ്വദിക്കാം. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ബാത്റൂമിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇവിടുത്തെ പരിപാടികൾ നോക്കട്ടെ, എന്നിട്ട് വരാം. ഗൈസ് നമ്മൾ നല്ലോരം ഉറക്കിറങ്ങി. ഇപ്പോൾ നീച്ച് നോക്കുമ്പോൾ ഒരു 5:30 ആയിക്കണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ടീംസ് ഇതാ പുറത്ത് ഊനാലിൽ കിടന്ന് ആടുണ്ട്. ഒരു ഊനാലിൽ 2 അപ്പുറത്തതാ സ്നാപ്പ് ഇട്ട് വിറ്റ് ജീവിച്ചിരിക്കുന്ന സാബു. എന്താ പാട്? എങ്ങനെയായിരുന്നു ഉറക്കം? എങ്ങനെയുണ്ടായിരുന്നു? എന്താ തേങ്ങ ഒക്കെ ഉണ്ടോ? ഞാൻ വരാം. ഹായ് ഗൈസ്. ഹലോ. എന്താ പരിപാടി? എങ്ങനെയുണ്ട് സ്പോട്ട്? എങ്ങനെയുണ്ട്? ഹാമൊക്കെ എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ടോ? You people were sleeping. I was sitting here only. Yeah. Nice കായൽ and nice തോണിക്കാരൻ. അവിടെ മാങ്ങ തേങ്ങ ഒക്കെ ഉണ്ടോ? തിലക്കൂടെ എങ്ങനെ ഉണ്ടാവും? ഇവലെ ഇങ്ങനെ ടിൻഡുമോൻ കോമഡി ഒക്കെ അടിച്ചിരിക്കുകയാണ്. നമുക്ക് അടക്കൂല. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മിസ്റ്റർ ബീൻ കോമഡി എങ്കിലും വേണം. സ്റ്റാൻഡേർഡാണ്. എന്നാ നീക്കി നമുക്ക് ഇതൊന്ന് കണ്ടു വന്നാലോ? പൂളി ചാടണ്ടേ? എന്തോ ഒരു ഗെയിമൊക്കെ ഉണ്ട് പറഞ്ഞിട്ട്. എന്നാ ബാ ഗൈസ്. അപ്പൊ ഞങ്ങൾ ലൈറ്റ് ഇട്ടാ കളിക്കാം. കാണാല്ലേ? I think I bought. I don't remember.
ഓക്കെ സംതിങ് വിൽ പ്ലേ. ഗൈസ് നമ്മളൊരു ഗെയിം കളിക്കാൻ പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു പൂളിൽ പ്രോപ്പർട്ടി ഒരു റിസോർട്ടിനെ എടുത്ത് മിന്നു ദേവികാൻ്റെ ഫ്ലാറ്റിൽ പോയപ്പോൾ രണ്ടാളും പാടെ ഒരു കളിച്ച ഗെയിം ഉണ്ട് തരാം. നമ്മളെ മുട്ടുസൂചി ഇട്ടാ എറിഞ്ഞാൽ കാണൂല അങ്ങനത്തെ ഒരു ഇതല്ലേ, ഒരു സാധനം പൂളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് അങ്ങനെ എന്തോ കളിയാണെന്ന് പറഞ്ഞു. എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. നമുക്ക് എന്തായാലും നമ്മൾ ഇന്ന് ആ കളി കളിക്കും. അപ്പോൾ ലൈറ്റ് ഓഫ് ആവണമെന്നാ പറഞ്ഞില്ലേ? അല്ല, ഒരു 6 മണി 6:30 ആകുമ്പോൾ കളിക്കാം. സംഭവം ഒന്നുമല്ല, ഇവിടുന്ന് ഇപ്പൊ നീച്ചാൻ വെച്ച അതാണ് താത്താക്ക്. അതല്ല സത്യം, 6:30 ആകുമ്പോൾ കളിക്കുന്ന കളിയാ. ഇപ്പൊ ഈ വെളിച്ചണ്ടി കുറച്ച് ഇരുട്ട കഴിയുമ്പോൾ അത് കാണില്ല എന്താ സാധനം ഇട്ടെന്നുള്ളത്. അതാ surprise needs surprise element of surprise needs to be there. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് എന്തായാലും പ്രോപ്പർട്ടിയാണ്. നമുക്കിത് ഇവിടെ നല്ലൊരു ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എന്നാ ബാ കമോൺ ലെറ്റ്സ് ഗോ. ഓടിക്കാൻ കിട്ടാത്ത സൈക്കിളല്ലേ, ബോട്ടാണ്. കൈസ് നോക്കാണി, പ്രോപ്പർട്ടി നോക്കാണി. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കേട്ടോ. കായലിൽ പിന്നെ നെയ്ച്ചോറ് കുറുമ ഉണ്ടാവും. ഓ, അവിടെയും പാലം അവിടെയും പാലം. അതെന്താ പാലം പണി കഴിഞ്ഞിട്ടില്ല? വേദിക് വില്ലേജ് രണ്ടിടത്തും പാലം. നല്ലൊരു രസമാട്ടോ ഈ ഈവനിങ്ങിൽ കായൽ വൈബ് അല്ലേ? ഒരു ഈവനിങ് സമയത്ത് ഒരു കായൽ വൈബ്. ഇത് കടമക്കോടി ഐലാൻഡ് ആണോ? കടമക്കുടി അല്ല, ഇത് കൊടുങ്ങല്ലൂർ എത്തിക്കണം. നമ്മളെ ഈ പ്രോപ്പർട്ടി ഇല്ലേ, നമുക്ക് ലുലു മാളിൽ നിന്നൊക്കെ എത്രയോ കുറച്ചുള്ളൂ. 1 hour തന്നെ ഉള്ളൂ. പിന്നെ എയർപോർട്ടിൽ നിന്നാണെങ്കിലും 40 അങ്ങനെ എത്ര ഉള്ളൂ. പീസ്ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ അങ്ങനെ നിൽക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ്. പൂള് ഇതാ തൊട്ടപ്പുറത്ത് തന്നെയാണ്. വാ കമോൺ. പൂളൊക്കെ നല്ല വൃത്തിയിലെ പൂളാട്ടോ. പൂളൊക്കെ ഒരു ക്യൂട്ട് പൂളാണ്. ചെറുതാണെങ്കിലും നല്ല വൃത്തിയുണ്ട്. ചില പ്രോപ്പർട്ടികളൊക്കെ പൂള് വലുതേക്കാണ്, പക്ഷേ മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട് തീരെ വൃത്തി ഉണ്ടാവില്ല. പിന്നെ ഇവിടെ കടക്കല്ല സാധനം സെറ്റപ്പൊക്കെ ഉണ്ട്. ഗൈസ്, അപ്പോൾ ഒരു ചായ കുടിക്കുകയാണ്. എങ്ങനെയുണ്ട് ചായ? ചായ കുടിച്ചു നോക്കിയിട്ടില്ല. ഒന്ന് കുടിച്ചു നോക്കി. എങ്ങനെയുണ്ട് പറയാം? എങ്ങനെയുണ്ട് ഈ ഒരു ആംബിയൻസ് ഒക്കെ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ കായലരികത്ത്? അത് അടിപൊളിയാ. സാബു എപ്പോഴും കിടിലം പ്രോപ്പർട്ടി എന്ന് പറയലുള്ളൂ. നമ്മളെ ശരിക്കും സാബു കിടിലം. പക്ഷെ സാബു അല്ല, നോമ്പില്ലാത്ത മിന്നു. മധുരട്ടുണ്ടായിരുന്നില്ല, സോറി. ഓക്കെ ഓക്കെ. Like that and all. എന്തേലും താങ്കൾ ഉരിയാട് മീൻസ് താങ്കൾ പറയൂ. Uriad is what language? Malayalam. Like താങ്കൾ anything? Say something. Say something. The vibes are immaculate. Yeah. It's so beautiful. Yeah. പൃഥ്വിരാജിന്റെ പെങ്ങളാണോ? അല്ല. അല്ലല്ലേ. But what he says? പുതിയ മുഖം. അതൊക്കെ അറിയാം. But not related. Yeah. But crazy place. Crazy price? Do you like? I love. So good. So calm. Yeah. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ കായലിൻ്റെ അരിയത്തൊക്കെ നിന്നു. ഇനി നമ്മൾ ഇതാ പൂൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇനി മാറ്റട്ടെ പോയിട്ട്. ഇതാണ് നമ്മൾ നിൽക്കുന്ന വില്ല. ഇവിടെ ഞാനും സാബും, ഈ റൂമിൽ ഞാനും സാബും, ആ റൂമിൽ ദേവികയും മിന്നു. ഓക്കെ ഗായ്സ്, ഹേയ് ബൈ. പോയിട്ട് വരും. എന്നാൽ സാബു ആടാ, കമോൺ നമുക്ക് പൂൾ കോസ്റ്റ്യൂമിൽ ചാടാം. ഗൈസ്, അപ്പം നമ്മളങ്ങനെ ഇനി പൂൾ ചാടാൻ പോവാണ്. നമ്മൾ പൂൾ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടിരിക്കണം. ഇനി ഒരു മാറ്റം കയറിക്കണം, ഓരോ കഴിഞ്ഞിട്ട് വേണം പോകാൻ. സാബു എക്സൈറ്റഡ് ആണോ? നമുക്ക് പൂള് ചാടണമെന്ന് വലിയ ഇഷ്ടമൊന്നുമില്ല. അതെ, കണ്ടന്റ് വേണ്ടേ, ജീവിക്കണ്ടേ. ഇവിടെ ഇന്ന് അങ്ങനെ കായൽ കൂടി ഇങ്ങനെ ബോട്ട് പോണൊക്കെ ഇങ്ങനെ കാണാം, കണ്ടിങ്ങനെ ഇരിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇനി പൂൾക്ക് ഇറങ്ങാൻ പോവാണ്. ഓരൊക്കെ മാറ്റി വന്നിക്കണം, നമ്മളും ഡ്രസ്സ് മാറ്റിക്കണം. ഇതവിടെ ഒരു കിടിലം കുഞ്ഞിപ്പൂച്ച ഉണ്ട്. കുഞ്ഞിപ്പൂച്ച അല്ല, ഒരു തള്ളപ്പൂച്ചയാണത്. ഇത് കൂടി പോവാം. ഇവിടെ വൈകുന്നേരം ഇരിക്കുമ്പോൾ അത് കൂടി കുറേ ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകണ കാണാം. നമുക്ക് ആ കസാലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാണാം. വേറെ തന്നെ ഒരു വൈബാട്ടോ. കായലിൻ്റെ ഇതായതുകൊണ്ട് നല്ലൊരു കായലിൻ്റെ ഒരു കാറ്റുണ്ടാവില്ല, ആ കാറ്റൊക്കെ ഉണ്ട്. വരൂ നമുക്ക് പോയേക്കാം. ഓരവിടെ ഉണ്ട്, പൂളിലേക്ക് ഇറങ്ങിക്കണോ ആവോ. ബാം, വരൂ ഗൈസ്. ഹായ് മിന്നു, are you ready for swimming? Yes, I am ready. Are you ready Devika? Yes. Yeah, are you ready Sabu? ഗൈസ്, അപ്പോൾ നമ്മൾ പൂൾക്ക് ഇറങ്ങാണ്. ഇവിടെ ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് ഇല്ലല്ലോ ഇവിടെ. ഓൾറെഡി ആ സാധനം ഞങ്ങൾ പുള്ളിക്ക് ഇട്ടു, അതിന് കണ്ടുപിടിക്കണം. കാര്യം പറയാം. അതായത് ഒരു ചെറിയൊരു റിംഗ് ആണ്. അതൊന്ന് പറഞ്ഞു കൊടുത്താ ദേവിക, മലയാളത്തിൽ പറയട്ടോ.
റിംഗ് ആണ്, വേറെന്താ അല്ല എന്താ കളി പറഞ്ഞു കൊടുക്ക്. വൈറ്റ് കളർ റിംഗ്, Yeah. അതിങ്ങനെ നമ്മൾ ത്രോ ചെയ്യും. അപ്പൊ എല്ലാരും 5 മിനിറ്റ് ഇങ്ങനെ നോക്കും, പിന്നെ എല്ലാരും നോക്കി whoever gets it first. പക്ഷെ ഇതിപ്പോ നോക്ക് താഴെ നോക്കാം, ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ. ആദ്യം കിട്ടിയാലും നമുക്ക് എല്ലാവരും നമ്മൾ നോക്കണം. അപ്പൊ നീ അത് ആദ്യം കണ്ടുന്നരുത്, പക്ഷെ ഞാൻ അറിയരുത് നീ അത് കണ്ടു എന്നുള്ളത്. നീ സൈലന്റ് ആയിട്ട് പോയിട്ട് കാലിനടി പഠിക്കുകയാണ് എടുത്ത് കൈ പിടിക്കാൻ. കണ്ടാലെന്താ കണ്ടാ ഞാൻ നിന്റെ കാല് പിടിച്ച് വലിച്ചത് തല്ലൂടും. That is allowed. നല്ല കുത്താണ് കിട്ടും. അത് allowed ആ. കുത്ത് കിട്ടും. നിനക്ക് കുത്ത് കിട്ടും. അല്ല എന്നിട്ട് പിടിച്ചിട്ട് ഇപ്പൊ എന്താ ഉണ്ടാവുക? One round gone. എന്നിട്ട് എവിടെ കൊണ്ടുപോയിട്ടുണ്ട് കണ്ടിട്ട്? അതല്ല, സ്റ്റാർട്ട് ചെയ്യും ഇവിടെ, പിന്നെ ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് എവിടെയെങ്കിലും ത്രോ ചെയ്യും. പിന്നെ എവിടെ ഏതാണ് എടുത്തിട്ട് കൊണ്ടുവെക്കേണ്ട സ്ഥലം? അങ്ങനല്ല, ചുമ്മാ പറഞ്ഞാൽ അത് കിട്ടിയെന്ന്. കിട്ടി പറയാലേ. അപ്പൊ പിന്നെ തല്ലുണ്ടാക്കാൻ വരില്ലല്ലോ. അതാ, സോ ലിറ്റിൽ ബിറ്റ് ടൈം യു കൻ വെയിറ്റ് ദേർ. കാലിന്റെ നമുക്ക് കാലുമ കിട്ടില്ല, അപ്പൊ കിട്ടിയെന്ന് പറയരുത്. അത് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ മോളിക്ക് പൊന്തിച്ചെന്നാണ് അതൊരു പോയിന്റ് ആവാ. വെള്ളത്തിനകത്താണെങ്കിൽ യു കൻ സ്റ്റിൽ സ്റ്റീൽ ഇറ്റ്. മേലോട്ട് വന്നാ then you got it. അപ്പൊ ജയിക്കും. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് കളി മനസ്സിലായില്ലേ? അത് വെളിച്ചുണ്ടോ? ഓക്കെ, അപ്പൊ എന്നാ വായോ സാബു വാ. അപ്പൊ ഗൈസ് ഞങ്ങള് വള്ളത്തിൽ ഇറങ്ങാൻ പോവാണ്. ഗൈസ് ഇതാണ് ആ സാധനം, ഇതാണ് നമ്മൾ ബാക്ക് കിടണ്ടേ. മനസ്സിലായില്ലേ? ഇത് ബാക്കിലേക്ക് എറിയും. ബാക്കിലേക്ക് എറിയും. ബാക്കിലേക്ക് എറിഞ്ഞിട്ട് ആ സൗണ്ട് ശ്രദ്ധിക്കണം, ഇത് വീഴുന്നതിന്റെ. എന്നിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇത് കണ്ടുപിടിക്കണം. അപ്പൊ എനിക്കിത് കണ്ടുപിടിച്ചാൽ ഞാൻ പറയില്ല, ഞാൻ പതുമ്പോ പോയി നിൽക്കണ്ടാവും. നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് എന്നെ ഉണ്ടി അങ്ങനെയൊക്കെ നോക്കണം. അതെ, കുറച്ചേരം കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് കളിക്കാട്ടോ. അല്ലെങ്കിൽ നമ്മള് അതുള്ളതുകൊണ്ട് നമ്മൾ മര്യാദയ്ക്ക് കളിക്കില്ല. 1 2 3. ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് തപ്പാൻ പോവാ. എന്റെ വല്യമ്മക്ക് അത് കണ്ട ടൗസറും ഇതൊക്കെ പെണ്ണുങ്ങളപ്പ പൂളി ചാടി വരും. ഈ വീഡിയോ ഒക്കെ എന്റെ വല്യമ്മ കണ്ട സീനാവും. എന്റെ വല്യമ്മ അറിയും എന്റെ ടൗസറൊക്കെ ഇട്ട പെണ്ണുങ്ങളപ്പ പൂളി ചാടിക്കണ. ഉമ്മാക്ക് പിന്നെ സീൻ ഉണ്ടാവില്ല. ഗൈസ് അപ്പൊ നമ്മളെ ഇതാണ് കളി. ഇപ്പൊ സാബുവിന് ഒരു പോയിന്റ് ആയി. ഇതാണ് ഇത്ര കളി. നമ്മളിനി നിങ്ങളധികം ബോറടിപ്പിക്കില്ല, കാരണം വോയിസ് നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് നമ്മള് വീഡിയോ കട്ട് ചെയ്യാണ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ വള്ളത്തിൽ നിന്ന് കയറിക്കണ്. നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുത്തെ സ്റ്റാഫ് എന്ന് പറഞ്ഞത് ക്ലോറിൻ ഇട്ടിട്ടുള്ളൂ, നിങ്ങൾക്ക് മേലൊക്കെ ചൊറിയുന്നത്. ശരിയാണ്, കുറച്ച് നേരമായിട്ട് ചൊറിയണുണ്ട്. നമ്മളപ്പോൾ ക്ലോറിൻ ഇട്ട് അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കയറിയിട്ടോ. ഇനി നമ്മളെന്തായാലും ഇത് മാറ്റട്ടല്ലേ ചൊറിയും. അപ്പോൾ നമ്മളൊന്ന് വള്ളത്തിലൊക്കെ അവിടെ ഷവറുണ്ട്, സാധാ വെള്ളം, അതുകൊണ്ട് കുളിച്ച് ഇനി എന്തായാലും നമ്മൾ മാറ്റിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാതെ നമ്മൾ ആ കായലിൻ്റെ അരിയത്ത് വൈബിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ റൂമിലേക്ക് ഫുഡ് കൊണ്ടിരിപ്പിച്ചിട്ടാണ്. നമുക്ക് ഇനി ഫുഡൊക്കെ എടുത്തിട്ട് അവിടെ പോവാം. ഫുഡൊക്കെ മിന്നുവിൻ്റെ ഒക്കെ റൂമിലാണ്. മിന്നു മേ ഐ കമ്മിങ്? ഫുഡ് എവിടെ? അപ്പം ഇനി ഇങ്ങനത്തെ ഒരു ട്രെയിൻ കൂടി ഉണ്ട്. ഞങ്ങൾ ഇതൊന്ന് ഫുഡൊന്ന് സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് വരാട്ടോ ഗൈസ്. അപ്പം നമ്മളെ ഫുഡ് നമുക്ക് തുറന്നു നോക്കാം. കാണുമ്പോൾ തന്നെ ഒരു നാക്ക് ഉണ്ട് കേട്ടോ. സലാഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൽ ഫ്രൈഡ് റൈസ് ഉണ്ട്, ഇതെന്ത് ചിക്കൻ അങ്ങനത്തെ എന്തോ കറി, വെള്ളപ്പം ഉണ്ട്. പിന്നെ ഇതിലൊക്കെ എന്തൊക്കെയുള്ളൂ നോക്കാം നമുക്ക്. ഇതെന്താ ഉള്ളത്? ഇതിൽ ചിക്കൻ ലോലിപോപ്പ് ഉണ്ട്. പിന്നെ ഇപ്പം എന്താ ഉള്ളത്? റൈത്തതാ. പിന്നെ ഇതെന്താ? സൂപ്പുണ്ട്. ഇതെന്ത് സൂപ്പാവോ? ചിക്കൻ സൂപ്പ് ഉണ്ട്. ഇതെന്താ? അത് 4 സൂപ്പാണ്. ഇതെന്താണോ? ക്രീമി പായസോ? ഗൈസ് ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മണക്കരുത്, മണത്ത സ്റ്റാൻഡേർഡ് പോകും. ഓ അയ്യോ, വീണ്. ആരെ വീണ്? ഇതെടുക്ക്. ഇപ്പം തന്നെ ദേവികൊക്കെ ഉണ്ട്. ഇത് പച്ചക്കറി കറി. അത് മറ്റേ അപ്പത്തുക്കളാണ്. നല്ല കിടില ഫുഡാണ് കേട്ടോ ഒന്ന് കണ്ടിട്ട്. അപ്പം നമുക്ക് ആദ്യം ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വെറുതെ, എന്നിട്ട് നമുക്ക് സമാധാനത്തിൽ കഴിക്കാമല്ലോ. അതുകൊണ്ടാ. സൂപ്പ് ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇനി ഫ്രൈഡ് റൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കണില്ല, കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നല്ല. അപ്പം എന്നാലും ഞങ്ങളെ ഫുഡ് കഴിക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. ഗൈസ് ഞാൻ വീഡിയോ തിന്നുമ്പോൾ എടുക്കില്ല എന്ന് കരുതിയാണ്, പക്ഷെ കിടില ഫുഡ് കേട്ടോ. ഫുഡ് കിടില ഫുഡ്. ഇത് ഫ്രൈഡ് റൈസ് അല്ല കേട്ടോ, ഇത് നെയ്ച്ചോറാണ്. ഞാൻ കണ്ടപ്പോൾ ഫ്രൈഡ് റൈസ് വിചാരിച്ചു, പക്ഷെ ഇത് നെയ്ച്ചോറാണ്. നെയ്ച്ചോറും ചിക്കൻ കറിയും തൈരും അച്ചാറും സലാഡും. ഓ കിടില ടേസ്റ്റ്, നല്ല ടേസ്റ്റ്.
He's saying actually I started with Dharam because of his how